മേജർ ആർച്ച് ബിഷപ്പും സ്ഥിരം സമിതി മെത്രാപ്പോലീത്തമാരും കാണാൻ ചെന്നപ്പോൾ മാർപ്പാപ്പ തന്റെ നിലപാട് അർത്ഥശങ്കയില്ലാതെ വ്യക്തമാക്കിയിരിക്കുകയാണല്ലോ. എറണാകുളം അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണം. സഭയെ അനുസരിക്കാൻ വൈദികർ ബാധ്യസ്ഥരാണ്. അനുസരിക്കാത്തവർ സഭാ കൂട്ടായ്മയിൽ നിന്നും പുറത്താണ്, ശീഷ്മയിലാണ്. മാർപ്പാപ്പയുടെ സുവ്യക്തമായ തീരുമാനം മനസ്സിലാക്കി തെറ്റിദ്ധരിക്കപ്പെട്ട സാധാരണ വിശ്വാസികൾ ധാരാളമായി സഭയുടെ നിലപാടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഗ്രൂപ്പുകളും പ്രസ്ഥാനങ്ങളും ഈ ബോധവൽക്കരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. രണ്ടാമതായി, സിവിൽ കോടതി നടപടികൾ ത്വരിതപ്പെടുത്തണം. അത് ആശാവഹമായ മാറ്റമുണ്ടാക്കും. മേജർ ആർച്ച് ബിഷപ്പിന്റെയും സിനഡിന്റെയും നടപടികൾ കാത്തിരുന്ന് സമയം പാഴാക്കേണ്ടതില്ല. വിരമിച്ച ജഡ്ജി കുര്യൻ ജോസഫ് സാർ ഉൾപ്പെടുന്ന 4 അംഗ സംഘം മാർപ്പാപ്പയെ കണ്ടതുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഓഡിയോനെ പറ്റിയിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ഐക്യം ആവശ്യമാണെന്ന് മാർപ്പാപ്പ പറഞ്ഞതായും വിശുദ്ധ കുർബാന ഐക്യമാണ് പ്രധാനപ്പെട്ടതെന്നും ഓഡിയോയിൽ പറയുന്നു. സിനഡ് തീരുമാനിച്ചാൽ പ്രതിസന്ധി അവസാനിക്കുമെന്ന് സാർ പറയുന്നു. തീരുമാനിക്കേണ്ടത് എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികളാണ് എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. അവരാണ് 2021 ജൂലൈ 3 രേഖാടിസ്ഥാനത്തിൽ അനുകൂലമായി തീരുമാനമെടുക്കേണ്ടത്. അതിനു പകരം സിനഡ് ഇവിടെ എന്താണ് തീരുമാനിക്കേണ്ടത്? വിശുദ്ധ കുർബാന ഏകീകരണം വേണ്ട എന്നോ എറണാകുളം അതിരൂപത പൂർണ്ണ ജനാഭിമുഖമായി പിന്തുടരട്ടെ എന്നോ അതെന്തിനാണ് സീറോ മലബാർ സിനഡ് തീരുമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? ഐക്യം വേണമെന്ന് മാർപ്പാപ്പ പറഞ്ഞിടത്ത് ഒന്നിൽ കൂടുതൽ ആരാധനാ രീതി സീറോ മലബാർ സഭയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തിനാണ്? ഒന്നിൽ കൂടുതൽ ആരാധനാ രീതി ഉണ്ടായാൽ ഐക്യം ഉണ്ടാവുമോ? വിവിധ ആരാധനാ രീതി പിന്തുടരുന്നത് ഒരു സഭ ആവില്ല. സഭയുടെ ഐക്യത്തിന്റെ അടിസ്ഥാനം വിശുദ്ധ കുർബാന ഐക്യമാണ്, വിശുദ്ധ കുർബാന ഏകീകരണമാണ്. അത് മനസ്സിലാക്കിയാണ് സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന ഐക്യത്തിന് വേണ്ടി മാർപ്പാപ്പ 2021 ജൂലൈ 3 രേഖ പുറപ്പെടുവിച്ചത്. പ്രസ്തുത രേഖ അംഗീകരിച്ച് വിശുദ്ധ കുർബാന ഏകീകരണത്തിലേക്ക് വരാൻ എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികളാണ് തയ്യാറാവേണ്ടത്. ഐക്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാർപ്പാപ്പ ഉദ്ദേശിച്ചു കാണുക ഈ ഐക്യമല്ലേ? അതോ പ്രസ്തുത രേഖയ്ക്ക് വിരുദ്ധമായി നിങ്ങൾക്ക് നീങ്ങാനാവുമോ? എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികൾ ആഗ്രഹിക്കുന്നത് പോലെ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളണമെന്നാകുമോ? 2021 ജൂലൈ 3 രേഖ എറണാകുളം അതിരൂപതയിൽ പിന്തുടരാനാവും മാർപ്പാപ്പ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ്. ജൂലൈ 3 രേഖയ്ക്ക് ശേഷവും അത് പിന്തുടരാതെ നീങ്ങിയ എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖവാദികളോട് അതനുസരിക്കാനാണ് മാർപ്പാപ്പ പറഞ്ഞത്. 2021 ജൂലൈ 3 രേഖയ്ക്ക് വിരുദ്ധമായി മറ്റൊരു രേഖ വരാത്തതുകൊണ്ട് ഐക്യത്തെക്കുറിച്ച് മാർപ്പാപ്പ പറഞ്ഞത് പ്രസ്തുത രേഖ അനുസരിച്ചുള്ള വിശുദ്ധ കുർബാന ഐക്യത്തെക്കുറിച്ചാണെന്ന് വ്യക്തം. 2021 ജൂലൈ 3 രേഖയ്ക്ക് വിരുദ്ധമായി എറണാകുളം അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന പിന്തുടരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കല്ലൂർ സമ്മേളനത്തിലെടുത്ത തീരുമാനവുമായി മുമ്പോട്ട് പോവുകയാണ് അഭികാമ്യം.